നമ്മുടെ ട്രെയിൻ യാത്രകളൊക്കെ അങ്ങനെ പയ്യെ പയ്യെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജംഗ്ഷനിലാണ്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ആദ്യം മംഗലാപുരം പോവും. മംഗലാപുരത്ത് നിന്ന് ചെന്നൈക്ക് വെസ്റ്റ് കോസ്റ്റിന് പോകും. ഇവിടെ നിന്ന് പോകുന്ന സമ്പർക്രാന്തിക്കാണ്. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് കയറി ചെന്നൈ പോയിട്ട് അവിടുന്ന് ചെങ്കൽപ്പെട്ട് പോയിട്ട് അവിടുന്ന് സിർക്കർ എക്സ്പ്രസ്സിന് കയറി കാക്കിനട പോവും. കാക്കിനടയിൽ നിന്ന് കോക്കനട എക്സ്പ്രസ്സിന് കയറി ഇവിടെ സെക്കന്ദരാബാദ് പോവും. അവിടെ നിന്ന് പിന്നെ കാച്ചിഗുഡ മൈസൂർ വരും. മൈസൂരിൽ നിന്ന് പിന്നെ കട്ട്ലൂർ എന്ന സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഒരു വലിയൊരു റൗണ്ട് ട്രിപ്പാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യാൻ പോകുന്നത്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ പറഞ്ഞ ട്രെയിനിൽ വരുന്ന എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നുമില്ല, വഴിയെ പറഞ്ഞുതരാം. അപ്പം നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് KSK കയറി മംഗലാപുരത്താണ് കേട്ടോ. KSK എന്ന് വെച്ചാൽ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് എന്നാണ്. നമ്മുടെ സ്വന്തം സമ്പർക്രാന്തി. എറണാകുളം ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് മംഗലാപുരം പോകാൻ വേണ്ടി ഒരു ബെസ്റ്റ് വണ്ടിയാണ് ഈ സമ്പർക്രാന്തി. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലീപ്പറിനാണ് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ എറണാകുളം ജംഗ്ഷൻ വന്നപ്പോൾ ഇവിടെ എറണാകുളം ജംഗ്ഷന് തൊട്ട് മുന്നിലായിട്ട് ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ഒരു റെയിൽ റോൾസ് എന്നൊരു സംഭവമാണ്. ഇതാണ് സംഭവം കേട്ടോ, റെയിൽ റോൾസ്. ഇത് ഇവരുടെ റോളാണ് മെയിനായിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവരുടെ ഷോപ്പിൽ കിട്ടുന്നത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ എത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്, വെജും നോൺ വെജും. ഇതേപോലെ റോൾ നമ്മൾ ഈ സബ്വേ മേടിക്കത്തില്ലേ, സബ്വേ അല്ല, ഒരു റോളാണ് സംഭവം. അപ്പോൾ ഇതേപോലത്തെ പല പല റോളുണ്ട്. ഞാൻ മെക്സിക്കൻ ടെൻഡർ റാപ്പ് എന്നൊരു റാപ്പാണ് മേടിച്ചത്. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മളിപ്പോൾ ട്രെയിനിലൊക്കെ പോകുകയാണെങ്കിൽ ഇവരുടെ ഷോപ്പ് ഇവിടെ തൊട്ട് മുന്നിൽ തന്നെയാണ്, എൻട്രൻസിന് അവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പിൽ കൊടുക്കും. അവിടെ പോയിട്ട് ഈ റോളും മേടിച്ച് നമുക്ക് ട്രെയിനിൽ പോയി കഴിക്കാം. ട്രെയിനിൽ ഫുഡൊക്കെ ഭയങ്കര ശോകമല്ലേ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, കഴിച്ച് നോക്കിയിട്ട് പറയാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 122-17 കൊച്ചുവേലി ചണ്ഡിഗഡ് സമ്പർക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. Your attention please. Train number 12217 കൊച്ചുവേലി ചണ്ഡിഗഡ് സമ്പർക്രാന്തി സൂപ്പർഫാസ്റ്റ് express will arrive shortly on Ernakulam Junction, platform number 1. നമ്മൾ മംഗലാപുരം പോകുന്ന നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ചണ്ഡിഗഡ് കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് എന്നിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കോച്ച് S3 ആണ്, ഇവിടെ ഏറ്റവും ബാക്കിലാണ്. S3 79 സൈഡിലോരാണ് നമ്മുടെ ബെർത്ത് കേട്ടോ. അപ്പോൾ മുന്നിലെല്ലാം AC ആണ്. ജനറലൊക്കെ ജാം പാക്ഡ് ആൾക്കാരായിരുന്നു. AC ആയിട്ടാണ് സ്ലീപ്പർ വരുന്നത്. ഈ ട്രെയിനിൻ്റെ ലോക്കം ഉണ്ടായിരുന്നു, റോയപുരം ഷെഡിൻ്റെ ഒരു WAP7 ലോക്കം ആയിരുന്നു കേട്ടോ, 30-320. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫാസ്റ്റസ്റ്റ് കണക്ഷൻസിൽ ഒരെണ്ണമാണ് ഈ സമ്പർക്രാന്തി എന്ന് പറഞ്ഞിട്ട്. ഇഷ്ടംപോലെ നോർത്ത് ഇന്ത്യൻസ് ഈ വണ്ടിയിൽ കയറാറുണ്ടാവും. അവരായിരിക്കും കൂടുതലും ഈ വണ്ടിയിൽ. ഇതിൻ്റെ സ്ലീപ്പർ ഇങ്ങോട്ട് വരാനായിട്ട്, അതായത് ടുവാർഡ്സ് തിരുവനന്തപുരമൊക്കെ ഭയങ്കര ശോകമാണ്. കാരണം ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടിയല്ലേ. എൻ്റെ ബർത്ത് ഇവിടെ S3 79 സൈഡിലോരാണ്, ഡോറിൻ്റെ അറ്റത്ത്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ 8 മണിയാകുമ്പോൾ ഇറങ്ങുമല്ലോ. രാത്രി കിടന്ന് ഉറങ്ങുവാണല്ലേ സീനുള്ളൂ. കൊള്ളാം. വണ്ടി ഏകദേശം ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് വന്നത്. മിക്കവാറും ബിഫോർ ടൈമൊക്കെ നമ്മുടെ മംഗലാപുരം എത്തും, എങ്കിലും ടേപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ. ഈ വണ്ടി ഉച്ചയ്ക്ക് 1:30 ഇവിടുന്ന് മംഗളയുടെ തൊട്ട് മുന്നിലാട്ടോ. മംഗളൊക്കെയാണ് ഒരുപാട് സ്റ്റോപ്പുണ്ട്. മംഗളത്തെത്താൻ ഏകദേശം ഒരു 9:30 റേഞ്ചൊക്കെ ആവും. പക്ഷേ ഈ വണ്ടി ഒരു 8 മണി റേഞ്ചിലെത്തും കേട്ടോ. 8 മണി ചിലപ്പോൾ അതിന് മുമ്പ് എത്തും, കാരണം ഫ്ലാറ്റ് ടൈം ഉണ്ട് മംഗലാപുരത്ത്. ഇപ്പോൾ 7:45 എത്തുന്നത് കാണാം. ഞാൻ പല തവണ ഈ വണ്ടിക്ക് പോയിട്ടുണ്ട് മംഗലാപുരത്ത്. മംഗലാപുരം, കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ പോകാൻ വേണ്ടിയുള്ള ബെസ്റ്റ് വണ്ടിയാണ് കേരള സമ്പർക്രാന്തി. കറണ്ട് ബുക്കിംഗ് വരെ കിട്ടും. രാവിലെ നോക്കിയാൽ ഈ വണ്ടി വിടുന്നത് 9:10, 5:10 നോക്കിയാൽ എനിക്ക് കറണ്ട് ബുക്കിംഗ് വരെ കിട്ടും, കോഴിക്കോട്, കണ്ണൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എറണാകുളത്ത് നിന്ന് മംഗളൂർ ജംഗ്ഷൻ വരെ ഈ വണ്ടിക്ക് സ്ലീപ്പറിന് പോകാൻ എനിക്ക് 285 രൂപയാണ് കേട്ടോ. ഈ വണ്ടിക്ക് പിന്നെ എറണാകുളത്ത് നിന്ന് വിട്ടാൽ പിന്നെ തൃശ്ശൂരേ ഉള്ളൂ സ്റ്റോപ്പ്. തൃശ്ശൂരല്ല സ്റ്റോപ്പ്, പാല് വരുന്ന സ്റ്റോപ്പില്ല. അതെന്തായാലും കൊള്ളാം. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്നു. എറണാകുളം ജംഗ്ഷനിലേക്ക് കയറുന്ന നേത്രാവതി. ഞാൻ ആ റെയിൽ റോൾസ് കഴിച്ചു നോക്കി, നല്ല അടിപൊളി ഐറ്റം കേട്ടോ. നല്ല ചീസി ചിക്കനൊക്കെ അടിപൊളി, കൊള്ളാൻ നൈസ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളി സംഭവമാണ്. ആലുവ സ്കിപ്പുള്ള വണ്ടികളാണേലും ഇവിടെ ഈ ആലുവ പാലത്തിന് അടങ്ങാണ്ട് ഇപ്പോൾ ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആലുവ ഇങ്ങനെ പയ്യാണ് സ്കിപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒക്കെ ആലുവ നിർത്തുന്നതും കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ രപ്തിസാറിന് കയറിയപ്പോൾ കോച്ച് ഒന്നും ഒട്ടും വൃത്തിയില്ലായിരുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ല,
മെയിൻറ്റെയിൻഡ് ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ലാന്ന് ഓക്കെ എന്ന് പറയാം. ഇതിൻ്റെ വാഷ്റൂം എന്ന് പറയുന്നത് ഓക്കെ താഴെ ഇവർ തിരുവനന്തപുരത്ത് നിന്ന് കഴുകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മെയിൻറ്റെയിൻഡ് അല്ല, സാധനം ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല കേട്ടോ. വെള്ളമൊക്കെ ലീക്കായി പോകുന്നുണ്ടോ. ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ തിരുവനന്തപുരം ഡിവിഷൻ വഴി പോകുന്ന കുറേ വണ്ടികളൊക്കെ ചിലതൊക്കെ ക്യാൻസലാണ്, ചിലത് റീഷെഡ്യൂൾഡാണ്, ചിലത് ഷോർട്ട് ടെർമിനേറ്റഡ് ആണ്. അപ്പോൾ ഈ ഷോർട്ട് ടെർമിനേഷൻ ക്യാൻസലേഷനൊക്കെ വിവരങ്ങൾ അറിയാൻ വേണ്ടി റെയിൽ ഫാൻസ് ഓഫ് കേരള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി എനിക്ക് അറിയാൻ പറ്റും ഇതുപോലെ ട്രെയിനിൽ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ. ഭയങ്കര കറക്റ്റാണ്. ട്രാക്കിൽ നല്ല വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഈ ട്രെയിൻ പയ്യെ പോകുന്നത്. ഇപ്പോൾ ഒല്ലൂർ നിന്നൊരു ശേഷം നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, തൃശ്ശൂരിന് തൊട്ട് മുമ്പുള്ള. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നതെന്നാണ്. ചില വണ്ടികളൊക്കെ തൃശ്ശൂരിന് മുമ്പൊക്കെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ ചെന്നൈ ആലപ്പുഴ പിന്നെ ഐലൻഡ് എക്സ്പ്രസ് ഒക്കെ ഇടയ്ക്ക് വെച്ച് എൻ റൂട്ട് വരുന്ന വഴിക്കൊക്കെ പിടിച്ചിടും 2-3 മണിക്കൂറൊക്കെ. റെയിൽ ഫാൻസ് ഓഫ് കേരള വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഏതെങ്കിലും വണ്ടി റീഷെഡ്യൂൾ ആയിട്ടാണ് അറിയാൻ പറ്റും. പിന്നെ ഏതെങ്കിലും വണ്ടിക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റോപ്പ് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആവുമെങ്കിൽ, പിന്നെ ഇതേപോലെ ഷോർട്ട് ടെർമിനേഷൻ വണ്ടി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അപ്ഡേറ്റ്സ് ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ആ ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വർക്ക് നടക്കുന്നതുകൊണ്ട് ട്രെയിൻ പയ്യെ വന്നത്. അപ്പോൾ പയ്യെ വന്നുകൊണ്ട് ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മളിവിടെ തൃശ്ശൂരെത്തി. നല്ല വെയിലുള്ള സമയമായിട്ട് ഇവിടെ ഉത്രാളിക്കാവ് പൂരമാണെന്ന് തോന്നുന്നു അടുത്ത മാസം എന്തോ. ഭാരതപ്പുഴ പാലത്തിലും വർക്കാൻ തോന്നുന്നു കേട്ടോ. ഇവിടെയും ലിമിറ്റ് 30 T എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം സ്പീഡ് കുറച്ച് പോകാനാണ്. നല്ല ക്ലിയർ വെള്ളം, നോക്കി നല്ല അടിപൊളി ലൈറ്റും ക്ലിയർ വെള്ളവും കൊള്ളാം. ഇവിടെ ഈ പാലത്തിലുണ്ടായിരുന്ന പഴയ ഗിർഡറുകളാണ് ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പുതിയ എന്തൊക്കെയോ ഒരിക്കുന്ന സൈഡിൽ കൂടെ നടന്നു പോകുന്ന സാധനം എന്താണ് അവിടെ താഴെ വെച്ചേക്കുന്നത്, അത് വെക്കാൻ വേണ്ടിയായിരിക്കും. ഇതിൻ്റെ ഇങ്ങനെ കുറേ വർക്ക് നടക്കുന്നിടയ്ക്കാണ് പല ട്രെയിനും പല രീതിയിൽ ഇവർ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അതിൻ്റെ ട്രെയിൻ പാറ്റേണേ. ഇത്രയും വലിയ വളവാന്ന് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഭയങ്കര കാടല്ലായിരുന്നു. അപ്പോൾ കാട് വെട്ടിയപ്പോഴാണ് ഈ ഒരു വളവിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടത്. നല്ല വലിയ വളവാട്ടോ. ട്രെയിൻ നല്ല ചുമന്ന തുടുത്ത് തക്കാളിപ്പഴം പോലെ ഇരിക്കുന്നത്, നല്ലപോലെ ചുമന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ നോർത്തിലൊക്കെ പോകുന്ന വണ്ടിയിലൊക്കെ ഇത്രയും ചുമപ്പ് കാണാറില്ല, ഫുള്ള് ചെളിയായിരിക്കും. പക്ഷേ ഇത് അത്ര ചെളിയില്ല കേട്ടോ വണ്ടിയിൽ. നിലമ്പൂർ റോട്ടൊക്കെ ഫുൾ ഇലക്ട്രിഫൈഡ് ആയെങ്കിൽ ഇവരുടെ ബാക്കപ്പായിട്ട് ഇവിടെ ഒരു ഡീസൽ ലോക്ക് വരുന്നുണ്ട് കേട്ടോ, ഒരു WD-40. അപ്പം മൊത്തത്തിൽ ഇലക്ട്രിക് ആയെങ്കിൽ ഒരു ഡീസൽ ലോക്ക് വേണം, ബാക്കപ്പ് വേണ്ടേ. കേരള സമ്പർക്ക് ക്രാന്തിയിൽ ഞാൻ വഡോദരയിൽ നിന്ന് എറണാകുളം വരെ ഒരുവിടെ വന്നിട്ടുണ്ട് AC-ൽ. അപ്പം അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. AC കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞ ശോകം കേട്ടോ, ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം അവിടെ നിന്ന് കയറുന്ന ആൾക്കാർ അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണല്ലോ. നമ്മുടെ ഈ കേരള സമ്പർക്ക് ക്രാന്തി അഥവാ KSKക്ക് നേരത്തെ തിരൂര് സ്റ്റോപ്പിലായിരുന്നു കേട്ടോ. തിരൂരൊക്കെ സ്കിപ്പായിരുന്നു. പിന്നെയാണ് ഇവിടെ തിരൂരൊക്കെ സ്റ്റോപ്പ് അനുവദിച്ചത്. ഈ കുറച്ച് നാളായിട്ടുള്ളൂ, എനിക്കൊന്ന് 1 വർഷം ആയെന്ന് തോന്നുന്നു ഇപ്പോൾ തിരൂരൊക്കെ സ്റ്റോപ്പ് വന്നിട്ട്. അതിന് മുമ്പ് വരെ തിരൂരൊന്നും സ്റ്റോപ്പിലായിരുന്നു ഈ വണ്ടിക്ക്. നമ്മളിവിടെ തിരൂരെത്തിയപ്പോഴേക്കും തന്നെ അപ്പുറത്ത് കിടക്കുന്നത് ഷൊർണൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്, മീൻസ് പാസഞ്ചർ. അപ്പോൾ ഈ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ കിടക്കുകയാണ്. നമ്മൾ പോയിട്ട് ഇനി ഈ വണ്ടി പോകത്തുള്ളൂ. മീൻസ് നമ്മൾ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലോ. തിരൂരൊക്കെ നമ്മുടെ ഒരുപാട് ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നമുക്ക് ഒരു ദിവസം കാണാം കേട്ടോ. നമ്മുടെ ഈ വണ്ടിനെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യുക വേണ്ട. യെസ്, അങ്ങനെ ഓവർടേക്ക് ചെയ്തു.
അപ്പോൾ നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് അടിച്ചില്ല, അത് പരശുറാം എക്സ്പ്രസ് ആണ്. ഫറോക്ക് സ്റ്റേഷനിൽ വെച്ചാണ് നമ്മുടെ KSK അതിനെ ഓവർടേക്ക് അടിച്ചത്. നമ്മളിപ്പോൾ ഏകദേശം കോഴിക്കോട് എത്താറായി. കോഴിക്കോട് എത്തി കേട്ടോ. ഇനി ഒരു 5 മിനിറ്റിൽ നമ്മൾ കോഴിക്കോട് എത്തും. നമ്മുടെ പുതിയതായിട്ട് അപ്ഗ്രേഡായ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വന്ദേ ഭാരത് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഫുൾ ഓറഞ്ച്, നല്ല കിടില റേക്ക്. 2024 മെയ്ഡ്, നല്ല സെറ്റ് വണ്ടിയല്ലേ. ഇതിലൊന്ന് യാത്ര ചെയ്യണം. 20 കോച്ചുള്ള വന്ദേ ഭാരതാണ് ഇപ്പോൾ കേട്ടോ. നമ്മുടെ വണ്ടിയിൽ കയറാനുള്ള ആൾക്കാർ കഴിക്കേ, ജനറലിൽ കയറാനുള്ള ആൾക്കാരാ. വന്ദേ ഭാരതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് രാജധാനി വരുന്നുണ്ട്. രാജധാനിക്ക് ഒരു റോയവരും ഷെഡിൻ്റെ WP7 ആണല്ലോ. സമ്പർക്കക്രാന്തി ഇവിടെ കണ്ണൂർ ഓൺ ടൈം എത്തിയിട്ട് പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ ഈ വണ്ടി അങ്ങനെ എങ്ങും ലേറ്റാണ് പറഞ്ഞത്, എല്ലായിടത്തും ഓൺ ടൈം. അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. ഈ വണ്ടി ശരിക്കും പറഞ്ഞപ്പോൾ ഫുള്ളായി കേട്ടോ. ഓരോരുത്തരൊക്കെ ഡൽഹിക്ക് വരെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ചോദിച്ചുകൊണ്ട് കയറിയിട്ടുണ്ട്. എല്ലാവരും കാശ്മീരൊക്കെ പോകുന്ന കുറേ ആൾക്കാർ, അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കയറിയേക്കോ ഇവിടെ സീറ്റ് കിട്ടാനാ. ഇവിടെ തൃക്കരിപ്പൂർ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിട്ട് കേട്ടോ ഒരു 10 മിനിറ്റ്. എന്താണെന്ന് അറിയത്തില്ല, ഇനി വല്ല വണ്ടി ഉണ്ടോ അതിന് വല്ല വർക്കാണോ എന്ന് അറിയത്തില്ല. ഇവിടെ മൊത്തം വർക്ക് കിടക്കുന്ന രീതിയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. കാസർഗോഡ് സ്റ്റേഷൻ കാണുമ്പോഴേ പേടിയാണ്. ഒരു കാണാൻ ഇൻസ്റ്റയിലൊരു റീൽ ഇറങ്ങി ഓർമ്മയുണ്ട്. ഒരു വെച്ചിട്ട് ഇവിടെ ഒരു മറ്റേ ഡോറ ബുജിയുടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓ അതെന്ത് എഡിറ്റിങ്ങാണ് കിടില് വരുന്നത്. നമ്മൾ ഒരുപാട് നേരത്തെ ഇവിടെ മംഗലാപുരത്ത് വന്ന് കിടക്കുക കേട്ടോ. ഔട്ടറിൽ 7:43 8 മണിക്ക് സ്റ്റേഷനിൽ കയറിയാൽ നമ്മളിവിടെ ഉണ്ട് നേത്രാവതി ക്യാബിൻ കഴിഞ്ഞിട്ട് ഇവിടെ ഔട്ടറിൽ കൊണ്ടിട്ടേക്കുക. നമ്മൾ 10 മിനിറ്റ് ബിഫോർ ടൈം ഇവിടെ മംഗലാപുരം ജംഗ്ഷനിൽ എത്തി കേട്ടോ. നമ്മൾ ഇനി സെൻട്രലാണ് പോകാൻ പോകുന്നത്. നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് സെൻട്രലിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് സെൻട്രലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പ്ലീസ്. നല്ല അടിപൊളിയാണ്, നല്ല കിടിലം വണ്ടി കേട്ടോ. ചടപടേ എന്ന് പറഞ്ഞ് വേഗം എത്തും ഇവിടെ. ഞാനിവിടെ സെൻട്രലിൽ അടുത്ത് വന്നു. ഇവിടെ സെൻട്രലിൽ അവിടെ മുന്നിലൊരു കൈരളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താപ്പോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നാൽ ഇവിടെ കുറേ കടകൾ കാണാം. ഇതേപോലെ ഈ ചെറിയ ഫുഡ് സ്പോട്ടൊക്കെ MFC, പിന്നെ ഇവിടെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട്. ഇതുപോലെ സ്പ്രിംഗ് പൊട്ടാറ്റോ കിട്ടുന്നൊരു സംഭവമുണ്ട്. പിന്നെ അവിടെ ടൗൺ ടേബിൾസ് എന്നൊരു അറബിക് സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും, നല്ല ഫുഡ് കിട്ടും. ഞാനിവിടെ ബാക്ക് സൈഡിൽ കൂടെ വന്ന് കയറി കേട്ടോ. ഭയങ്കര നിശബ്ദമായ മംഗളൂരു സെൻട്രൽ സ്റ്റേഷൻ. നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 11:45 അടുത്ത വീട്ടിലെ യാത്രയൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് മംഗളൂരു സെൻട്രലിലെ പിറ്റ് ലൈൻസ് ഉണ്ട്. ഇവിടെയാണ് ഇവിടുത്തെ വണ്ടികളൊക്കെ മെയിൻ്റനൻസ് ചെയ്യുന്നത്. എറണാകുളം ടു മംഗലാപുരം ഈ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു. അപ്പോൾ അടുത്ത ഇടങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഈ പാലക്കാട് ഡിവിഷൻ അഥവാ മലബാറിൻ്റെ 4 ഫേമസ് വണ്ടികളുണ്ട്. വെസ്റ്റ് കോസ്റ്റ്, മംഗലാപുരം മെയിൽ, പിന്നെ മലബാർ മാവേലി.
ഈ വെസ്റ്റ് കോസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സും കൂടി യാത്ര ചെയ്ത ആ ഒരു സൈക്കിൾ നമ്മൾ പൂർത്തിയാക്കും. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിലെ യാത്ര അടുത്ത് കാണാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിലെ യാത്രയുടെ കാണാം. അപ്പോഴേക്കും ബൈ.